ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊടി ഇഡലി പൊടി ദോശ ഉണ്ടാക്കാൻ വേണ്ട പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് ഒരു 50 ഗ്രാം ഉഴുന്നെടുക്കണം. കടലപ്പരിപ്പും കൂടെ എടുക്കാം കേട്ടോ. ഉഴുന്നാണ് കുറച്ചുകൂടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ 50 ഗ്രാം എള്ള്, 1 കപ്പ് കറിവേപ്പില കഴുകി ഉണക്കിയതാണ്, 5 വറ്റൽമുളക്, 10 വെളുത്തുള്ളിയുടെ ചെറിയ കഷ്ണങ്ങൾ, 1/4 ടീസ്പൂൺ കായം വേണം, 1 സ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് വേണം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഓരോന്ന് വീതം നമുക്ക് വറുത്തെടുക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1 മാസത്തേക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് വറുത്തെടുക്കാം. ഒരു 6 മാസം വരെ കേടുകൂടാതിരിക്കണമെങ്കിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. ഞാനിവിടെ എണ്ണ ഒഴിക്കാതെയാണ് വറുക്കാൻ പോണത്. കാരണം ഇവിടെ 2-3 മാസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കും, അതുകൊണ്ടാണ്. ഇത് നല്ല ഉഴുന്ന് ബ്രൗൺ കളറിൽ നല്ല വറുത്ത് വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഓരോന്ന് വീതം നമുക്ക് ചേർക്കാൻ. ഉഴുന്ന് നല്ല ബ്രൗൺ കളറിലായി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ചേർക്കാം, വറ്റൽ മുളക് ചേർക്കാം. ഇത് നല്ല ഉണങ്ങിയതാണ്, കഴുകി ഉണക്കിയ വറ്റൽ മുളകാണ്, അതുകൊണ്ട് പെട്ടെന്ന് അത് പൊരിഞ്ഞു വന്നോളും. ഇനി ഇതിലേക്ക് എള്ള് ചേർക്കാം. എള്ളും അതുപോലെ തന്നെയാണ്, കഴുകി വെയിലത്തിട്ട് ഉണക്കിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഉണക്കിയ കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. എല്ലാം നന്നായിട്ട് വറുത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടെ നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഈ ചൂട് മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ഉപ്പും ചേർത്ത് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് 3 മാസം വരെ കേട് ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു കുപ്പിയിൽ നമുക്ക് ആക്കാം. കുപ്പിയിൽ മാറ്റി വെച്ചിരിക്കാം. വെള്ളം തൊടാതെ നമ്മൾ സ്പൂൺ വെച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്താൽ 6 മാസമായാലും ചീത്തയാവില്ല കേട്ടോ. ഇത് പൊടി ദോശയാണ്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ദോശപ്പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ദോശ.